ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നാളെ ഞാനിതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വരാമെന്നുള്ളത്. ഇതാ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സുന്ദരി താമര നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. സൂര്യൻ ഏത് ദിശയിലേക്കാണോ നിൽക്കുന്നത് അതിനോട് ഫേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും താമര നിൽക്കുക. നല്ല പോലെ വെയിൽ ഉദിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങോട്ട് വിടർന്ന് ഇങ്ങനെ തുറന്ന പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ഇനി വിരിയാനൊന്നും ബാക്കിയില്ല. നിറയെ പെറ്റൽസും ഉണ്ട്. ചെറിയ തേനീച്ചകൾ വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമാട്ടോ. ഡയറക്റ്റായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവുക. അത്രയ്ക്ക് രസമാണ് കാണാൻ. കളറ് എന്ന് പറയുമ്പോൾ ഓരോ താമരയ്ക്കും ഡിഫറെൻ്റ് ആണ്. ഈ പിങ്കിൻ്റെ തന്നെ പല വേരിയേഷൻസ് ആയിട്ടാണ് വരിക. ഇത് ശരിക്കും ആ ഒരു റോസ് കളർ പോലെയുള്ളൊരു താമരയാണ് കേട്ടോ. ഈ ഒരു കളറ് ഞാൻ ഈ ഒരു വെറൈറ്റിക്ക് മാത്രമേ അങ്ങനെ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളതിലുള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ ഒരു പർപ്പിളിഷ് ആയിട്ടുള്ള ഒരു പിങ്ക് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കഴിഞ്ഞ സമ്മറിലെ ഗാർഡൻ നിങ്ങളെ ഞാൻ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചാൽ എനിക്ക് അത്രയും ഇപ്പോൾ വിഷമം തോന്നുകയാണ്. അത്രയ്ക്കധികം പൂക്കൾ എൻ്റെ ഗാർഡനിലുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പോലെ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചാനലും ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിച്ചു കൊടുക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.